ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ ഗാംബ്ലേഴ്സ് ലെമൻറ്റ് എന്നൊരു വർക്കാണ്. ലിറ്ററേച്ചേഴ്സ് ഓഫ് ഇന്ത്യ സെക്കൻഡ് സെം PGയിലുള്ളൊരു വർക്കാണ്. സോ ബേസിക്കലി ദി വർക്ക് ദ ഗാംബ്ലേഴ്സ് ലെമൻറ്റ് is taken from the Rigveda and it has no religious context. It is just a miscellaneous topic. ഋഗ്വേദയിലെ 10ാമത്തെ ബുക്കിൽ ഇങ്ങനത്തെ മിസ്സലീനിയസ് ആയിട്ടുള്ള ടോപ്പിക്സിൽ കുറേ ഹിംസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ഹിമ്മാണ് ദ ഗാംബ്ലേഴ്സ് ലെമൻറ്റ്. ഇറ്റ് വാസ് ഈദർ കമ്പോസ്ഡ് ബൈ കൻവശ അലുഷ ഓർ അക്ഷ മോജാവന്ത്. വി ഡോണ്ട് നോ ഹൂ ഇറ്റ് ഈസ് എക്സാക്ട്ലി ആൻഡ് വി ഡോണ്ട് ഹാവ് മച്ച് ഇൻഫോർമേഷൻ അബൌട്ട് ദി ഓഥർ ഈദർ. Basically, the work is a monologue of a repentant gambler who laments his ruin due to his addiction to dice. അതായത് പുരാണങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഹിന്ദു ടെക്സ്റ്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് മഹാഭാരതമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ചൂതുകളിയും അതിൻ്റെ ഒരു ഒരു അഡിക്ഷനും. അതായത് ഇപ്പോൾ മഹാഭാരതത്തിൽ പാണ്ഡവരുടെ ആ ഒരു 13 വർഷത്തെ വനവാസവും അതുപോലെ തന്നെ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപവും ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ചൂത് കളിയുടെ ഒരു കോൺസിക്വൻസ് ആയിട്ടാണ്. അതുപോലെ തന്നെ നളൻ ദമയന്തി സ്റ്റോറിയിലും നളന് സ്വന്തം രാജ്യവും സ്വത്തും നഷ്ടപ്പെടുന്നതും വനവാസത്തിന് പോകേണ്ടി വരുന്നതും ചൂതുകളിയിൽ തോറ്റുകൊണ്ടാണ്. അപ്പോൾ തൊട്ട് നമുക്കറിയാം ഈ ഒരു ചൂതുകളി എന്നുള്ളത് രാജാക്കന്മാർക്ക് പോലും അത്ര വലിയൊരു ഹരമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് വേദിക് ഏജിൽ ചൂതുകളി എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ദൂഷ്യവശങ്ങളും എല്ലാവരെയും ബാധിക്കുന്നതായിരുന്നു. അപ്പോൾ ഈ ഗാംബ്ലേഴ്സ് ലെമൻറ്റിൽ ഇങ്ങനെ ഒരു ചൂതുകളിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അതിൻ്റെ സൈഡ് എഫക്ട്സ് കാരണം ജീവിതം നശിക്കുന്ന ഒരു ഗാംബ്ലറിൻ്റെ കാര്യമാണ് ഈ ഒരു വർക്കിൽ പറയുന്നത്. And the poem is divided into 14 stanzas, each highlighting the aspect of the gambler's life, and it basically talks about the destructive consequences of gambling. So, poem സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു മൊണോലോഗാണ്. അതായത് ഗാംബ്ലർ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിലാണ് സംസാരിക്കുന്നത്. ആ ഒരാളുടെ ചൂതുകളിയോടുള്ളൊരു ഇഷ്ടവും അതിൻ്റെ അനന്തരഫലങ്ങളും. ആദ്യം തന്നെ ഇത് പറയുന്നത് ആ ഒരു ഡൈസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ്. ആസ് ഹൗ ഇറ്റ് ഈസ് കമ്പയർഡ് ടു ദ മിത്തിക്കൽ ഡ്രിങ്ക് സോമ ആൻഡ് ഇറ്റ് ആക്ച്വലി ഷൂസ് ദി ഇൻടോക്സിക്കേറ്റിംഗ് നേച്ചർ ഓഫ് ഗാംബ്ലിംഗ്. അതായത് പുരാണങ്ങളിലും സോമരസം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അത് ഒരു അമൃതാണ്. അത് കുടിക്കുന്നതിലൂടെ ഒരു ഇമ്മോർട്ടാലിറ്റി കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സോമരസത്തിൻ്റെ കൂടെയാണ് ഈ ഗാംബ്ലർ ആ ഒരു ചൂതുകളിൽ ഉപയോഗിക്കുന്ന പകിടയെ കമ്പയർ ചെയ്യുന്നത്. അതായത് എങ്ങനെയാണോ ഈ ഒരു പകിട ആ ഒരാളെ അയാളുടെ ആ ഒരു അഡിക്ഷൻ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്, അതുപോലെയാണ് ഒരു സോമരസം ഒരു ഇമ്മോർട്ടാലിറ്റി കൊടുക്കുന്നത്. അത്രയ്ക്ക് അഡിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടൊരു നേച്ചറാണ് ഈ ഒരു ഗാംബ്ലിങ്ങിനുള്ളതെന്നാണ് പറയുന്നത്. Next stanza talks about the personal cost of gambler's action. First is that he loses his wife. He describes his wife as being very devoted. അതായത് വളരെ സ്നേഹമുള്ള, വളരെ കൈൻഡായിട്ടുള്ളൊരു ഭാര്യയാണ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇയാളെയും ഇയാളുടെ കൂട്ടുകാരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നു. ഒരുപാട് അത്രയും ഡിവോഷൻ ഉള്ളൊരു ഭാര്യയായിരുന്നു. പക്ഷേ ചൂതുകളിയുടെ ഫലമായിട്ട് ഇയാൾക്ക് ഇയാളുടെ ഭാര്യയെ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത് എങ്ങനെയാണ് സമൂഹം തന്നെ ഇയാളെ ഒറ്റപ്പെടുത്തുന്നത്, ഇയാളുടെ കുടുംബവും ഇയാളെ യൂസ്ലെസ് ആയിട്ടും ബേർഡൻസമായിട്ടും കൺസിഡർ ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് ഇറ്റ് എംഫസൈസസ് ദി സോഷ്യൽ കോൺസിക്വൻസസ് ഓഫ് ഗാംബ്ലിംഗ്. ഹീ ഈസ് ഓസ്ട്രസൈസ്ഡ് ബൈ സൊസൈറ്റി ആൻഡ് ഈവൻ ഹിസ് ഫാമിലി ഡിസോൺസ് ഹിം. And later on we see that the others are taking advantage of his misfortune, and again highlights the isolation and alienation he faces. അതായത് ഈ ചൂതുകളിയിലൂടെ ഇയാളുടെ ഭാര്യയെ നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, ബാക്കിയുള്ള പുരുഷന്മാർ ഇയാളുടെ ആ ഒരു നാശത്തെ മുതലെടുക്കുന്നുണ്ട്.
മാത്രമല്ല ഇയാളുടെ സ്വന്തം ഫാമിലി പോലും ഇയാളെ തള്ളി പറയാണ്. അതായത് ഇയാളെ നമുക്കറിയത്തില്ല, കൊണ്ടുപോയിക്കോളൂ എന്നുള്ളൊരു രീതിയിൽ തള്ളി പറയുന്നു. അതെല്ലാത്തിനും കാരണം ഈ ഒരു ചൂതുകളിയും അതിൻ്റെ കൂടെ എന്താ ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും കളിക്കാനുള്ളൊരു ആഗ്രഹം മൂലം വന്ന ഒരു നാശനഷ്ടങ്ങളാണ് ഇതെല്ലാം. And then he talks about his inner struggles and how he is unable to resist the temptation of gambling like a woman running to her lover. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് ഇത് ഓരോ സമയം ഇങ്ങനത്തെ തോൽവി വരുമ്പോഴും വിചാരിക്കുന്നുണ്ട് അന്ന് അടുത്ത പ്രാവശ്യം ഞാൻ കളിക്കത്തില്ല, ഇത് നിർത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. എന്നാൽ പോലും ഇങ്ങനെയാണോ ഒരു ലവേഴ്സ് വീണ്ടും വീണ്ടും മീറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഒരു പക്ഷേ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. ജസ്റ്റ് ഇമാജിൻ 2 ലവേഴ്സ് ഹു ആർ സെപ്പറേറ്റഡ് ബൈ ദ സൊസൈറ്റി. ഒരു പക്ഷേ ക്ലാസിൻ്റെ ഡിഫറൻസ് ആവാം, അല്ലെങ്കിൽ കാസ്റ്റിൻ്റെ ഡിഫറൻസ് ആവാം. എന്തെങ്കിലും ഒരു ഡിഫറൻസ് കാരണം സമൂഹം ഒന്നിക്കാൻ സമ്മതിക്കാത്ത രണ്ട് പ്രണയിക്കുന്ന ആൾക്കാർ എങ്ങനെയാണോ ഒളിച്ചും പാത്തും കണ്ടുമുട്ടുന്നത്, അതുപോലെ തന്നെ ആണ് ഇയാൾക്ക് എത്രമാത്രം സമൂഹത്തിൽ തന്നെ ഇയാൾക്ക് അറിയാം അതെങ്ങനെയാണ് ഗാംബ്ലിങ്, ചൂതുകളി എന്നുള്ളൊരു ആക്ടിവിറ്റിയുടെ ദൂഷ്യവശങ്ങൾ എന്താണെന്ന് അറിയാമെങ്കിൽ പോലും ആ ഒരു ശക്തി അയാൾക്കില്ല. അതിൽ നിന്ന് എന്നേക്കുമായി പിന്മാറാനുള്ളൊരു ശക്തി ഇയാൾക്കില്ല. അതാണ് ആ ഒരു സ്റ്റാൻസിൽ പറയുന്നത്. ആൻഡ് ദെൻ ഹി സെസ്, he talks of how the dice betray him and destroy his hope for a win. And here the dice is personified as a cunning and malicious being. That is, it is luring the gambler with its apparent reward. But then it is the invisible and dominating force that even the kings must bow before it. So the gambler is he is extremely helpless in this situation. അതായത് അടുത്ത ഒരു 3 സ്റ്റാൻസയിലും പറയുന്നത് ഒരു ഡൈസിനെ പേഴ്സോണിഫൈ ചെയ്ത് പറയാണ്. അതായത് ഒരു ഡൈസ് എന്ന് പറയുന്നത് ഒരു വളരെ ക്രൂവലായിട്ടുള്ളൊരു ബീയിങ് ആണ്. അതായത് ആദ്യം ഈ ഒരു ചൂതുകളിയുടെ നല്ല കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ആ ഒരു കാര്യങ്ങൾ റിവാർഡ്സ് കിട്ടും. ആദ്യം തന്നെ ജയിക്കും. അപ്പോൾ ജയിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ ഒരു അഹങ്കാരവും കിട്ടും. ഈ കൂടുതൽ കളിക്കുന്നതിലൂടെ കൂടുതൽ സ്വത്ത് കിട്ടും, കൂടുതൽ ജയിക്കും എന്നുള്ളൊരു അഹങ്കാരം വരുമ്പോഴേക്കും കൂടുതൽ കളിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴായിരിക്കും ആ ഒരു പരാജയം തുടങ്ങുന്നത്. അപ്പം ആദ്യം പരാജയപ്പെടുമ്പോൾ എന്ത് വിചാരിക്കും, അടുത്ത പ്രാവശ്യം കളിക്കുമ്പോഴേക്കും ജയിക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. രണ്ടാമത്തെ പ്രാവശ്യം പരാജയപ്പെടുമ്പോഴും ഇതേ ചിന്തയാണ്, ഇനി ഒരു കളിയും കൂടി ഭാഗ്യം കിട്ടിയാലോ എന്നുള്ളൊരു ചിന്തയിൽ വീണ്ടും കളിക്കും. പക്ഷെ എന്നാൽ പോലും തുടരെ പരാജയങ്ങൾ മാത്രമാണ് ഇയാൾക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നൊരു കണ്ണിങ് ആയിട്ടൊരു ബീയിങ് ആണെന്ന് പറയാൻ കാരണം ആദ്യം വിജയങ്ങൾ കൊടുത്ത് മോഹിപ്പിക്കുന്നു, അതിനുശേഷം പരാജയങ്ങൾ കൊടുക്കുന്നു. എന്നാൽ പോലും ഇയാളുടെ മനസ്സിൻ്റെ അടിയിലൊരു ചിന്തയുണ്ട്, ഇനിയും കളിക്കാം, ഒരു കളി കൂടി ഭാഗ്യം മറിയുമെന്നുള്ളൊരു ചിന്ത, ഒരു ആഗ്രഹം അങ്ങനെ ഉണ്ട്. എന്നാൽ പോലും ഇയാൾ കംപ്ലീറ്റ്ലി ഹെൽപ്ലെസ് ആണ്. പിന്നെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ നേരത്തെ പുരാണത്തിൽ പറഞ്ഞ പോലെ തന്നെ രാജാക്കന്മാർ പോലും ചൂതുകളി അല്ലെങ്കിൽ ചൂതാട്ടത്തിൻ്റെ ഇരകളായിട്ടുണ്ട്, അടിമകളായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത്ര പോലും സ്റ്റാറ്റസ് ഇല്ലാത്തൊരു പാവം മനുഷ്യൻ, ഇയാൾക്ക് എത്രമാത്രം ശക്തി കാണുമെന്ന് എതിർക്കാന്നുള്ള ഒരു എക്സ്ക്യൂസ് പോലെ ഇയാൾ പറയുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം പറയുന്നതും ഈ ഒരു ഗാംബ്ലിങ്ങിൻ്റെ അത്രയും ഒരു സ്ട്രോങ് ആയിട്ടൊരു ഇൻഫ്ലുവൻസ് എത്രമാത്രമാണെന്നാണ് ഈ ഒരു സ്റ്റാൻസുകളിലെല്ലാം ആ ഒരു മോണലോഗിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ബേസിക്കലി ഡിസ്ക്രൈബ്സ് ദ ഡിസ്ട്രക്റ്റീവ് പവർ ഓഫ് ദി ഡൈസ്. And next, again we come back to the plight of the gambler's family, who is in financial ruins and ഇമോഷണൽ ഡിസ്ട്രെസ്. അതായത് 10ാമത്തെ സ്റ്റാൻസ് തൊട്ട് വീണ്ടും ഫാമിലിയുടെ കാര്യമാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോകുന്നു, അദ്ദേഹത്തിൻ്റെ അമ്മയാണെങ്കിൽ മകൻ്റെ ഇത്രയും ദുരവസ്ഥയിൽ സങ്കടപ്പെടുന്നു. അങ്ങനെ അവർ മൊത്തം ഒരു
കഷ്ടപ്പാടിലും പിന്നെ മറ്റുള്ളവരുടെ കടപ്പാടിലുമാണ് ജീവിക്കുന്നത്. And again he talks about the torment he faces, his own wife's suffering and his own helplessness. വീണ്ടും 11th സ്റ്റാൻസയിൽ പറയുന്നത് നേരത്തെ ആ ഒരു തീം തന്നെയാണ്. എങ്ങനെ എത്രമാത്രം ഇയാൾക്ക് കാര്യങ്ങൾ മാറ്റിമറിക്കണം, അല്ലെങ്കിൽ കാര്യങ്ങളിൽ നിന്ന്, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഹീസ് സെയിങ് ഹീസ് ഹെൽപ്ലെസ്. And in the next stanza indicates the gambler's desperation and plea to the dice for a chance to recover his losses. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരുപാട് ജയിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ഒരു കളിയോട് ജയിക്കാം, എന്തായാലും കൂടുതൽ സ്വത്ത് കിട്ടും എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ വീണ്ടും കളിക്കും. പക്ഷെ ആ ഒരു പ്രാവശ്യം ഒരു പക്ഷെ നമ്മൾ പരാജയപ്പെടായിരിക്കും. പക്ഷെ എന്നാൽ പോലും നമ്മളുടെ ഉള്ളിലൊരു ചിന്ത കാണും, അതായത് ഇപ്പോൾ പരാജയപ്പെട്ടു, കുഴപ്പമില്ല, അടുത്തൊരു പ്രാവശ്യം കൂടി കളിക്കാം, വീണ്ടും ജയിക്കാമല്ലോ, അല്ലെങ്കിൽ വീണ്ടും നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു പിടിക്കാമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ വീണ്ടും കളിക്കും. തുടരെ പരാജയപ്പെടുമ്പോഴും കയ്യിലുള്ള സ്വത്തെല്ലാം നശിക്കുമ്പോൾ പോലും നമ്മൾക്ക് ആ ഒരു ചിന്തയായിരിക്കും ബാക്കിയുള്ളത്, ഒരു കളി കൂടി എന്നുള്ളൊരു ചിന്തയായിരിക്കും ബാക്കിയുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ ഡൈസിനെ പേഴ്സണിഫൈ ചെയ്ത് വെച്ചല്ലോ. അപ്പോൾ ഈ ഗാംബ്ലർ ഈ ഡൈസിനോട് തന്നെ നേരിട്ട് പറയാണ്, എൻ്റെ കയ്യിൽ ഇനി ഒന്നുമില്ല, ഞാൻ ഒരു ശക്തിയുമില്ലാതെ ഇവിടെ നിൽക്കുകയാണ്, ഒരു ചാൻസും കൂടി തരണം. അപ്പോൾ പോലും എല്ലാം നശിച്ചെങ്കിൽ പോലും ഈ ഒരു ഗാംബ്ലറിന് ആ ഒരു അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. അദ്ദേഹം ആ ഒരു ഡൈസിനോട് ഒരു പ്രാവശ്യം കൂടി പറയാണ്, ഒരു ചാൻസും കൂടി എനിക്ക് വേണം, ഒരു കളി കൂടി കളിക്കണം, എന്നെ നഷ്ടപ്പെട്ട സ്വത്തെല്ലാം തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു രീതിയിൽ വീണ്ടും പ്ലീ ചെയ്യണം. And there is also a reference to a wise figure who is known Savitra, who advises the gambler to abandon his destructive habit and find contentment in his existing possessions. And in the last stanza, the gambler is again appealing to the dice to spare others from falling into the same trap and to show compassion and forgiveness. So 13th സ്റ്റാൻസിൽ ഒരു നോബിൾ ഫിഗർ, സാവിത്ര എന്ന പേരുള്ള ഒരു നോബിൾ ഫിഗർ വരുന്നുണ്ട്. ഈ ഗാംബ്ലറിനോട് പറയുന്നുണ്ട്, ഈ ചൂതാട്ടത്തിൽ നിന്ന് മാറി നിൽക്കണം, ഇന്ന് എന്നേക്കുമായി ഉപേക്ഷിക്കണം, കാരണം ഇത് നാശമല്ലാതെ വേറൊന്നും ഈ ഒരു ഗാംബ്ലറിന് കൊടുക്കുന്നില്ല. ഇതിൽ നിന്ന് ആ ഒരു ബോധം മനസ്സിലാക്കി ഇപ്പം കയ്യിലുള്ള സ്വത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ കയ്യിലുള്ള ഒരു കുടുംബത്തിൻ്റെ കൂടെ സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളൊരു ഉപദേശം ഈ ഒരു സാവിത്ര ഗാംബ്ലറിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗാംബ്ലർ ഇത് എന്നേക്കുമായി ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുന്നു. അപ്പോൾ ലാസ്റ്റ് സ്റ്റാൻസിൽ ഗാംബ്ലർ ഈ ഒരു ഡൈസിനോട് വീണ്ടും അപ്പീൽ ചെയ്യാണ്. ഇപ്രാവശ്യം വീണ്ടും കളിക്കാൻ ഒരു ചാൻസ് അല്ല ചോദിക്കുന്നത്, പകരം ഈ ഒരു ഗാംബ്ലറിനെ പോലെ തന്നെ വീണ്ടും നഷ്ടപ്പെട്ട സ്വത്തെല്ലാം വീണ്ടും തിരിച്ചു പിടിക്കാം എന്നുള്ളൊരു രീതിയിൽ സ്വത്തും പണവും ആഗ്രഹിച്ച് കളിക്കുന്ന വേറെ മനുഷ്യരുമുണ്ട് സമൂഹത്തിൽ ഗാംബ്ലറിനെ പോലെ. അപ്പോൾ ഈ ഗാംബ്ലർ ഈ ഡൈസിനോട് പറയാണ്, എൻ്റെ അവസാനത്തെ ഒരു അപേക്ഷയാണ്, ഇങ്ങനെ പണത്തിന് വേണ്ടി കളിക്കുന്ന മനുഷ്യരോട് അല്പമെങ്കിലും ദയവ് കാണിക്കണം, അല്പമെങ്കിലും ഒരു കമ്പാഷൻ കാണിക്കണം, അവരെ ഇങ്ങനെ തുടരെ പരാജയപ്പെടുത്തുകയും അവരെ ഈ ഒരു അഡിക്ഷനിൽ, ഈ ഗാംബ്ലറിനെ പോലെ ഈ ഒരു അഡിക്ഷനിൽ പെടുത്താതിരിക്കണം എന്നുള്ളൊരു അപേക്ഷ ഒരു ഗാംബ്ലർ ഡൈസിന് കൊടുക്കുന്നുണ്ട്. ഇങ്ങനൊരു അപേക്ഷയോടെയാണ് ഈ ഒരു പോയം തീരുന്നത്. നൗ ഇതിൻ്റെ തീംസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓബ്വിയസ്ലി നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഗാംബ്ലിംഗ്, അഡിക്ഷൻ, ദ ഫീലിംഗ് ഓഫ് ലോസ് ആൻഡ് റിഗ്രറ്റ്, ആൻഡ് സോഷ്യൽ ഐസൊലേഷൻ, റിജക്ഷൻ, ഡെസ്പെറേഷൻ ആൻഡ് ഹെൽപ്ലെസ്നെസ് ദാറ്റ് ഹി ഫീൽസ്, ആൻഡ് റിഡംഷൻ ആൻഡ് വിസ്ഡം. ഇതൊരു സ്റ്റേജ് ആയിട്ടാണ്. ആദ്യം ഗാംബ്ലിംഗ് അഡിക്ഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, പിന്നീട് കുടുംബത്തെ നഷ്ടപ്പെടുന്നു, അതിൽ നിന്ന് വരുന്ന ആ ഒരു കുറ്റബോധം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് സൊസൈറ്റിയുടെ കാര്യം, സമൂഹം തള്ളിപ്പറയുന്നതും സ്വന്തം കുടുംബം പോലും തള്ളിപ്പറയുന്ന കാര്യം, സോഷ്യൽ ഐസൊലേഷൻ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു എത്രമാത്രം ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ആ ഒരു ഹെൽപ്ലെസ്നെസ്, ഒരു സഹായമില്ലായ്മ, അത് ആ ഒരു ഫീലിംഗ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവസാനം ആ ഒരു സഹായം കിട്ടുന്നു, ആ ഒരു സഹായത്തിൻ്റെ കിട്ടുന്നതിലൂടെ ഒരു അറിവ് വയ്ക്കുന്നു, അതുപോലെ എന്നേക്കുമായി ഉപേക്ഷിക്കാനുള്ളൊരു തീരുമാനം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുക്കുന്നു. ഇതാണ് മെയിൻ തീംസ്.
ഇതിൽ ഡൈസ് സിംബലൈസ് ചെയ്യുന്നത് ഒരു ഗാംബ്ലിങ്, ആ ഒരു അഡിക്ഷനെ കുറിച്ചാണ് സിംബലൈസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സോമരസത്തെക്കുറിച്ച് റെഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്താ, ആ ഒരു ഇൻടോക്സിക്കേഷൻ അതിനെയാണ് symbolize ചെയ്യുന്നത്. ആൻഡ് ദി ഡിവോട്ടഡ് വൈഫ് ആൻഡ് ദി മദർ, ദേ ഓൾ സ്റ്റാൻഡ് ഫോർ ദി ഫാമിലി, ലവ് ആൻഡ് സ്റ്റെബിലിറ്റി, ബേസിക്കലി ഡൊമസ്റ്റിക് ഹാപ്പിനെസ്. പോയറ്റിക് ഡിവൈസസ് ആണെങ്കിൽ ഇവിടെ ഡൈസ് എന്ന് പറയുന്ന പേഴ്സോണിഫൈഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഡൈസും സോമരസും എല്ലാം മെറ്റഫേഴ്സ് ആണ്. ഈ ഒരു ഇൻടോക്സിക്കേഷൻ, ഒരു അഡിക്ഷൻ്റെ മെറ്റഫറാണ്. പിന്നെ ഈ ഒരു റെപ്പറ്റീഷൻ, എൻറ്റയർ പോയത്തിൽ നമ്മൾ ആ ഒരു റെപ്പറ്റീഷൻ കണ്ടതാണ്. അതായത് എന്താണ്, കൂടെ കൂടെ ഈ ഒരു ഗാംബ്ലർ പറയാണ് എനിക്ക് ഉപേക്ഷിക്കണം താല്പര്യമുണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ വീണ്ടും ഒരു ചാൻസ് കൂടി തരുമോ എന്നുള്ളൊരു റെപ്പറ്റീഷൻ. ഇറ്റ് ആക്ച്വലി ഷോസ് ദി സൈക്ലിക് നേച്ചർ ഓഫ് അഡിക്ഷൻ ആൻഡ് റിഗ്രറ്റ്. ജനറലി പറയുകയാണെങ്കിൽ പോലും ഈ ഒരു അഡിക്ഷൻ എന്നൊരു കാര്യം നമുക്ക് എത്രമാത്രം ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിലും ഒരുപാട് നമുക്ക് ആ ഒരു സ്ട്രെങ്ത് വേണം അതിൽ നിന്ന് കരകയറാൻ, എന്നേക്കുമായി ആ ഒരു അഡിക്ഷൻ ഉപേക്ഷിക്കാൻ. അതിനെക്കുറിച്ചാണ് പറയുന്നത്. And the noble figure Savitri could actually be an allusion to God Savitra. And symbolism നമ്മൾ നേരത്തെ പറഞ്ഞു, ഡൈസും സോമരസം, the wife and mother symbolizing happiness. So these are the main things about this poem. Hope you understood this. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻസ് ഇടുക, നിങ്ങളുടെ തന്നെ തോട്ട്സ്, നിങ്ങളുടെ തന്നെ ഇൻ്റർപ്രിട്ടേഷൻ ഷെയർ ചെയ്യുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലത്തുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.